ഈശോയുടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി മനുഷ്യനായവൻ, നമ്മോടുകൂടെ എന്നുമായിരിക്കാൻ വേണ്ടി അപ്പത്തിൻ്റെ രൂപത്തിലായവൻ, അവൻ ജനിക്കാൻ വേണ്ടി അപ്പത്തിൻ്റെ ഭവനമെന്നറിയപ്പെടുന്ന ബത്ലഹേം തിരഞ്ഞെടുത്തു. അപ്പമായി ഈശോ മിശിഹായെ സ്വീകരിക്കുവാൻ നാം കടന്നു ചെല്ലേണ്ടത് നമ്മുടെ ഇടവക പള്ളിയിലേക്കാണ്. ആത്യന്തികമായി നാം ഓരോരുത്തരും ദൈവമക്കളായി ജനിക്കുന്നത്, സ്വർഗത്തിന് അവകാശികളാകുന്നത്, ഈശോയുടെ മൗതിക ശരീരമായ തിരുസഭയിലെ അംഗമാകുന്നതും ഇടവക ദേവാലയത്തിലൂടെയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. നിയമാവർത്തനം 12:5. ദൈവം തനിക്ക് വേണ്ടിയിട്ടും ദൈവമക്കളായ നമുക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ് നമ്മുടെ ഇടവക ദേവാലയം. അവിടുത്തെ ആനാം വാതിലിന് മുൻപിൽ വെച്ച് ഒരു പുരോഹിതനാണ് മാമോദീസ സ്വീകരിക്കുവാൻ നിന്ന് നമ്മെ തൈലം കൊണ്ട് മുദ്രണം ചെയ്ത് സഭയിലെ അംഗമായി സ്വീകരിച്ച് ദൈവമക്കളാക്കിയത്. മാമോദീസ മുതൽ നമ്മുടെ അന്ത്യയാത്ര വരെ നമ്മുടെ പ്രിയപ്പെട്ട ഇടവക ദേവാലയത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്. ദേവാലയത്തിൻ്റെ വലത്തുവശത്തുള്ള മാമോദീസ തൊട്ടിയിൽ നിന്ന് ദൈവമക്കളായി ജനിക്കുന്ന നാം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലമായ ബലിപീഠത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അപ്പമായി ഈശോ മിശിഹായെ സ്വീകരിച്ച് ഭക്ഷിച്ച് നാം ഓരോരുത്തരും ദൈവീകരണത്തിലേക്ക് വളരുന്നു. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിച്ച് അവസാനം നമുക്ക് മുൻപേ സ്വർഗത്തിലെത്തിയ വിശുദ്ധരെ അനുകരിച്ച് നമ്മുടെ തിരുശേഷിപ്പുകളും അവരോടൊപ്പം ദേവാലയത്തിൻ്റെ അൾത്താരയുടെ ഇടതുവശത്തുള്ള ബെത്സഹദായിൽ എത്തേണ്ടവരാണ് നാം എല്ലാവരും. നക്ഷത്ര വഴികളിലൂടെ കടന്നുപോയി പ്രാർത്ഥിച്ച് സുഹൃതങ്ങൾ ചെയ്യുന്നതും അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് 10 സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ഇടവക ദേവാലയത്തെയും വികാരിയച്ഛനെയും കൊച്ചച്ഛന്മാരെയും ഇടവകയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാവരെയും ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മുടെ ഇടവക ദേവാലയത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലും എത്തിച്ചേരും.